السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. ബഹുമാന്യ സഹോദരന്മാരെ, വളരെ സുപ്രധാനമായതും കാലികവുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ചെറിയ ഈ സന്ദർഭം സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മതം, മാനവികത, നവോത്ഥാനം, ഈ ഒരു വലിയ ഹെഡിങ്ങിനെ സംബന്ധിച്ചാണ് നാം ആലോചിക്കേണ്ടത്. ആധുനിക മനുഷ്യൻ വളരെ പുരോഗതി പ്രാപിച്ചു. ചൊവ്വയിൽ താമസ സ്ഥലം ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിക്കെന്ത് സംഭവിച്ചാൽ താമസിക്കുവാനുള്ള പുതിയ ഇടം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. അതിന് മാത്രം പുരോഗതികൾ കൈവരിച്ചിട്ടുള്ള അതേ സാഹചര്യത്തിൽ മനുഷ്യജീവിതം ഏറ്റവും അധപ്പതനം അനുഭവിക്കുന്ന ഒരു കാലത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുമെന്ന് പറയുന്നത് ഇന്നത്തെ ജീവിതത്തിൽ അനുഭവമായി തീർന്നിട്ടുണ്ട്. വിശക്കുമ്പോൾ മാത്രമാണ് സിംഹം ഇരപിടിക്കാറുള്ളത്. അതല്ലെങ്കിൽ ഒരു ജീവിയെയും അനാവശ്യമായി മൃഗങ്ങൾ വേട്ടയാടാറില്ല. മനുഷ്യൻ ചെയ്യുന്ന ക്രൂരത അതിനേക്കാളും കടുത്തതാണ്. നിരപരാധികൾ രക്തമൊഴുകുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന ക്രൂര മനസ്സ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. 1, 2, 3 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡനത്തിന് ഇരയാക്കുന്ന വൃദ്ധന്മാർ പിടിക്കപ്പെടുന്ന വാർത്തകൾ പത്രത്തിൽ നമ്മൾ കാണുന്നു. എന്നല്ല, പീഡനത്തിന് വേണ്ടി ഒരു പേജ് തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതാണ് നമ്മളെക്കുറിച്ചുള്ള ഈ കാലത്തെ പഠനം നടക്കുന്നത്. ശവത്തെ പോലും ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള അനുഭവം മാനവലോകത്തല്ലാതെ മറ്റൊരു ജൈവലോകത്തും നമുക്ക് കാണാൻ കഴിയില്ല. അത്രത്തോളം മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ച് ക്രൂരനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു മനുഷ്യന് നൽകിയ മഹത്തായ അനുഗ്രഹം സ്വാതന്ത്ര്യത്തിൻ്റേതാണ്. ബുദ്ധിയും വിവേകവും നൽകുകയും തനിക്ക് തിരഞ്ഞെടുക്കുവാനും സ്വാതന്ത്ര്യവും അള്ളാഹു അനുഗ്രഹിച്ച് നൽകുകയും ചെയ്തു. തൻ്റെ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും അവനും സ്വന്തത്തിനും മറ്റുള്ളവർക്കും രാജ്യത്തിനും സമൂഹത്തിനും പ്രകൃതിക്കും ദുരന്തമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അങ്ങനെയാണ് എന്നതിനർത്ഥമില്ല. സമൂഹത്തിൽ നേരെ ചൊവ്വെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇത്തരം തിന്മകളുടെ സ്വാധീനവും അവരുടെ ദുഷ്പ്രവർത്തനങ്ങളുമാണ് ലോകത്തുനിന്ന് വ്യാപകമായി നമ്മൾ കണ്ടുവരുന്നത്. മനുഷ്യൻ അവൻ്റെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചുകൊണ്ട് നാഗരികമായി വളരെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. തേനീച്ചയ്ക്ക് അള്ളാഹു പ്രകൃതിദത്തമായി നൽകിയിട്ടുള്ള കഴിവനുസരിച്ച് പുരാതന കാലം മുതൽ അതുണ്ടാക്കുന്ന കൂട് എന്താണോ അതിന് യാതൊരു മാറ്റവുമില്ല. ആ ഒരു എഞ്ചിനീയറിംഗിൽ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ജീവികൾക്കും ജന്മസിദ്ധമായി നൽകിയിട്ടുള്ള പ്രകൃതിയുണ്ട്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാത്തിനും സൃഷ്ടി അള്ളാഹു നൽകുകയും അവയുടെ ജീവിതം നിലനിർത്തുവാൻ, വംശം നിലനിർത്തുവാൻ ആവാസ വ്യവസ്ഥയും സംവിധാനവും അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ ജീവികളും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഖുർആനിൽ തേനീച്ചയെക്കുറിച്ച് പറഞ്ഞു, ഉറുമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു. അവക്കിടയിലുള്ള സംഘബോധവും അവയുടേതായ നിർമ്മാണ കലകളും അവയുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുവാനുള്ള സന്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്.
അത് അള്ളാഹു നൽകിയ ജന്മസിദ്ധമായ കഴിവനുസരിച്ചുകൊണ്ട് അവയുടെ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നു. അതേപോലെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ പഴയ കാലത്ത് ജീവിച്ച ഭവനങ്ങളിലല്ല ഇപ്പോൾ ജീവിക്കുന്നത്. ഒരുപാട് പുരോഗതികൾ നാഗരിക മേഖലയിൽ നാം കൈവരിച്ചിട്ടുണ്ട്. ഭംഗിയുള്ള അനേകം റൂമുകളും സൗകര്യങ്ങളും ഫർണിച്ചറുകളും ഒരുക്കിയിട്ടുള്ള പുതിയ ഭവനങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള കെട്ടിടങ്ങൾ. അത്തരം കെട്ടിടങ്ങൾ നമുക്കുണ്ടാക്കാൻ ശാസ്ത്രജ്ഞാനം കൊണ്ട് കഴിഞ്ഞു. ആറ്റം ബോംബ് നിർമ്മിക്കുവാൻ ശാസ്ത്രം കൊണ്ട് നമുക്ക് കഴിഞ്ഞു. പുതിയ ചികിത്സാ രീതികളും മെഡിക്കൽ സയൻസിൻ്റെ മേഖലയുള്ള വികാസങ്ങളും നമുക്ക് കഴിഞ്ഞു. പക്ഷേ ആറ്റം ബോംബ് കയ്യിലുള്ള വ്യക്തിക്ക് ഇത് നിരപരാധികളുടെ മേലിൽ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിക്കുവാൻ ശാസ്ത്രത്തിൻ്റെ അധ്യാപനമില്ല. കെട്ടിടങ്ങൾ ഭംഗിയായി നിർമ്മിക്കപ്പെട്ട വീട്ടിൻ്റെ അകത്തളങ്ങളിലുള്ള ആളുകൾ ഭംഗിയായി ജീവിക്കണം. അവിടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കടപ്പാടുകളുടെയും ബന്ധമുണ്ടാകണം എന്ന് പഠിപ്പിക്കുവാൻ സയൻസിന് സാധ്യമല്ല. മനുഷ്യനെ മനുഷ്യനായി ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ശാസ്ത്രജ്ഞാനമില്ല. അവിടേക്ക് സയൻസിന് പ്രവേശനമില്ല. ഭൗതിക പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ മനുഷ്യന് നാഗരികത പുരോഗതി ഉണ്ടാക്കാം, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം, അവിടെയാണ് അവരുടെ മനന ഗവേഷണം നടക്കുന്നത്. അതിൻ്റെ അപ്പുറം ഇതെൻ്റെ മാതാവാണ്, ഇതെൻ്റെ സഹോദരിയാണ്, ഇതെൻ്റെ ഭാര്യയാണ്, എല്ലാവരും സ്ത്രീയല്ല. അവർ തമ്മിൽ വൈവിധ്യമുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, അവരോടുള്ള ബാധ്യതകളിലും കടപ്പാടുകളിലും വേർതിരിവുണ്ട്. ആ തിരിച്ചറിവാണ് ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ ദൈവമാരെന്നും ദൈവമല്ലാത്തവരാരെന്നുമുള്ള തിരിച്ചറിവാണ് സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവനല്ല, സമൂഹത്തിൽ ഒരു മെമ്പറാണ്, ഒരംഗമാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് പ്രത്യാഘാതമുണ്ടാക്കരുത്, മറിച്ച് എൻ്റെ കരങ്ങൾ സഹായഹസ്തങ്ങളായി മാറണം എന്ന് ധരിക്കണം മനുഷ്യൻ. ഈ മൂല്യങ്ങൾ മനുഷ്യന് ലഭിക്കണമെങ്കിൽ ശാസ്ത്രം കൊണ്ട് സാധ്യമല്ല, യുക്തിബോധം കൊണ്ട് സാധ്യമല്ല, നാഗരികത കൊണ്ട് സാധ്യമല്ല. അതിനുള്ള പരിഹാരം എവിടെ നിന്ന് ലഭിക്കുന്നു? അവിടെയാണ് മതവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമുണ്ടാകുന്നത്. അത്തരം ആശയങ്ങളെയാണ് മനുഷ്യ സമൂഹത്തിന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ സന്ദേശത്തിന്റെ മാതൃകാ ജീവിതം പഠിപ്പിക്കുവാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൻ്റെ ഇടയിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ മഹത്തായ സന്ദേശം നമുക്ക് ലഭിക്കുന്നത് ആരാണ് ദൈവമെന്ന തിരിച്ചറിവിലൂടെയാണ്. സാക്ഷാൽ ദൈവം സൃഷ്ടാവ് മാത്രമാണ്. ബാക്കി ലോകത്തുള്ളതെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടാവിനെയും സൃഷ്ടിയെയും രണ്ടായി വേർതിരിച്ച് മനസ്സിലാക്കുന്നതോടുകൂടെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഉത്ഥാനങ്ങളുടെ ഉയർച്ചയുടെ തുടക്കം ആരംഭിക്കുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യമുണ്ട്, അത് പരലോകമാണ്, സ്വർഗമാണ്, നരകത്തിൽ നിന്നുള്ള വിമോചനമാണ്. ആ ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിന് ശരിയായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് ആ വിശ്വാസത്തിന്റെ സ്വാധീനമുണ്ടാകുമ്പോഴാണ്. ഈ സ്വാധീനത്തിലാണ്, ഈ വിശ്വാസത്തിന്റെ മാർഗത്തിലൂടെയാണ് മാനവലോകത്തിന് സംസ്കരണം സാധ്യമാവുകയുള്ളൂ. നിയമങ്ങൾ എത്തിപ്പെടാത്ത ഇരുട്ടറകളിലേക്ക്, നിയമപാലകർക്ക് ചെന്ന് എത്തിപ്പെടാൻ സാധ്യമല്ലാത്ത മേഖലകളിലേക്ക് മനുഷ്യന്റെ ഈ വിശ്വാസം എത്തിപ്പെടുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന് നിയന്ത്രണമുണ്ടാകുന്നു. ആ ജീവിതത്തിൽ നിന്ന് നന്മകൾ പുഷ്പിക്കുകയും അത് ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആ ജീവിതത്തിൽ നിന്ന് തിന്മകൾ വിഭാടനം ചെയ്യപ്പെടുന്നു. സമൂഹത്തിനോ വ്യക്തിക്കോ ജീവിതത്തിനോ ഹാനിയുള്ള കാര്യങ്ങൾ വർജിക്കപ്പെടുന്നു. ഇങ്ങനെ കൊള്ളാവുന്ന മാന്യതയുള്ള അന്തസ്സുള്ള ഒരു വ്യക്തിയെ രൂപപ്പെടുന്നു. അന്തസ്സും മാന്യതയും പരസ്പര സഹകരണവുമുള്ള കുടുംബ സംവിധാനം രൂപപ്പെട്ടു വരുന്നു. ഉത്കൃഷ്ടമായൊരു സൊസൈറ്റി രൂപപ്പെട്ടു വരുന്നു. അതിൽ നിന്ന് മുളച്ച് വളർന്ന് പന്തലിക്കുന്ന മാന്യതയുടെയും മൂല്യതയുടെയും ഉത്തുംഗമായ ഒരു സമൂഹം, ഒരു രാജ്യം ലോകത്തുണ്ടായിത്തീരുന്നു. ഈ ലോകത്ത് മാത്രമല്ല അതിൻ്റെ ഫലങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നത്, മറിച്ച് മരണാനന്തര ജീവിതത്തിൽ കൂടിയാണ്. ഈ ഒരു മഹത്തായ ലക്ഷ്യമാണ് ഖുർആൻ മനുഷ്യന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു മഹത്തായ സന്ദേശത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ നയിക്കുന്നത്. കാരണം മനുഷ്യന് നൽകിയ ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തുകയും കൃത്യമായും തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഏറ്റവും ഗുണകരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ ലോകത്ത് മാന്യതയുള്ള കൊള്ളാവുന്ന ഒരു മനുഷ്യവർഗം
രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മനുഷ്യൻ ആരായിത്തീരും? ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. ഏറ്റവും ഉദാത്തമായ ഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ആ മനുഷ്യൻ തന്നെ സുമ്മ റദദിനാഹു അസ്ഫല സാഫിലീൻ, ഏറ്റവും അധമനായി തീരുന്നു, മൃഗത്തേക്കാൾ അധപ്പതിക്കുന്ന മനുഷ്യനായി മാറുന്നു. ഈ രണ്ട് അവസ്ഥകൾക്കിടയിൽ ഉന്നതമായൊരു മനുഷ്യനെ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായ സന്ദേശം. ആ സന്ദേശം മനുഷ്യൻ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതോടുകൂടെ വിശുദ്ധമായൊരു ജീവിതം ഈ സമൂഹത്തിലുണ്ടാകുന്നു, നല്ല മനുഷ്യനുണ്ടായിത്തീരുന്നു. ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ധാരാളം ഉണ്ടായതുകൊണ്ട് ഒരു മനുഷ്യൻ നല്ലവനായിത്തീരുന്നില്ല. ഭൗതികമായ വിദ്യാഭ്യാസങ്ങളും യോഗ്യതകളും ഡിഗ്രികളും ഒരാൾക്കുണ്ടായതുകൊണ്ട് ഒരു വ്യക്തി കൊള്ളാവുന്നവനാകുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ ഭൗതിക വിജ്ഞാനങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം ധാരാളം ലഭിച്ചിട്ടുള്ള ലോകം, ആ ലോകത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. അവര് തന്നെയാണ് ആത്മഹത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ അല്ല അവർ ആത്മഹത്യ ചെയ്യുന്നത്, മറിച്ച് കോടിക്കണക്കിന് ഡോളറുകളുടെ ആസ്തിക്ക് മുകളിൽ ഉറങ്ങാൻ സാധിക്കാത്ത ജീവിതമാണ് അവർക്കുള്ളത്. മയക്കുമരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. സമ്പത്തില്ലാത്തതുകൊണ്ടോ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ല, എല്ലാം ഉണ്ടായിരിക്കെ തന്നെ ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എന്തൊക്കെയോ നേടിയെടുക്കാൻ വിചാരിക്കുന്നു, സാധിക്കുന്നില്ല. ഇങ്ങനെ മനസ്സ് അങ്ങേയറ്റം അസ്വസ്ഥമായി തീരുകയാണ്. ആ അസ്വസ്ഥമായ മനസ്സുകൾ അവസാനം എത്തിച്ചേരുന്നത് ഒരുപക്ഷെ മയക്കുമരുന്നിന്റെ അടിമകളായി മാറുന്നു, അതല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് ചേക്കേറുന്നു. അതും അല്ല എങ്കിൽ അത്തരം ആളുകൾ ദയാവധത്തിന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ദയാവധം നിയമവിധേയമാക്കാൻ പല രാജ്യങ്ങൾക്കും അതിന് കാരണമായി തീർന്നത് ഇത്തരം അസ്വസ്ഥ മാനസരുടെ ജീവിതം എങ്ങനെ പരിഹരിക്കണമെന്നറിയാത്തത് കൊണ്ടാണ്. എന്നാൽ മതത്തെക്കുറിച്ച് അല്പമെങ്കിലും ധാരണയുള്ള, അള്ളാഹുവിലും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമൂഹമുള്ള രാജ്യങ്ങളിൽ ആത്മഹത്യകളുടെ എണ്ണം വളരെ കുറവാണ്. ദയാവധം ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല. മാരകമായ രോഗം പിടിപെട്ട് വിഷമാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവൻ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളത് കൊണ്ട് ആ പ്രതിസന്ധി ഘട്ടത്തെ ശാന്തമായി തന്നെ തരണം ചെയ്യുവാനുള്ള കരുത്തവനുണ്ടാകുന്നുണ്ട്, തളരുന്നില്ല. മറിച്ച് അവൻ ശക്തി കൈവരിക്കുകയാണ്. അത് വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഈ രണ്ട് ജനവിഭാഗങ്ങളെ താരതമ്യം ചെയ്യുവാൻ യൂറോപ്പിനെയും ഏഷ്യയും താരതമ്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ എളുപ്പമുണ്ട്. ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊണ്ട ജനസമൂഹത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് ആത്മഹത്യ നടക്കുന്നത്. കേരളത്തിന്റെ ആത്മഹത്യാ നിരക്കുകളെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഔപചാരികമായി ഗവൺമെന്റ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ മതം തിരിച്ചുകൊണ്ടുള്ള കണക്കുകൾ നൽകിയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് മുസ്ലിങ്ങൾ അത്തരം ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ സ്വാധീനമാണ് ഏതൊരു മനുഷ്യനെയും നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്, ഏതൊരു വ്യക്തിയെയും തിന്മയുടെ പാതയിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാനുള്ള മനഃശക്തിയും കരുത്തും നൽകുന്നത് ആ വിശ്വാസത്തിൽ നിന്നാണ്. സമ്പത്തും സൗകര്യങ്ങളും ഒന്നുമില്ലെങ്കിലും ശരി, ഞാനൊരു വ്യക്തിയാണ്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പരലോകമാണ്, ഇവിടെ നഷ്ടപ്പെടുന്ന നഷ്ടമല്ല, മറിച്ച് എനിക്ക് നേട്ടങ്ങൾ ലഭിക്കുവാനും ഒരു പരലോകമുണ്ട്. ഈ വ്യക്തമായ അവബോധം ഒരു വ്യക്തിയുടെ മനസ്സിൽ രൂഢമായി തീരുമ്പോൾ ദുനിയാവ് അവന് വിലപ്പെട്ടതായിരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ കടന്നു പോവുകയാണ്. ചത്തുകിടക്കുന്ന ഒരാടിന്റെ ചെവി പിടിച്ച് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചു, ഇതാ ഇത് നിങ്ങൾക്ക് ആർക്കാണ് വേണ്ടത്, ആരാണ് വാങ്ങാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഒരു ദിർഹമിന് വിലക്കാണെങ്കിലും ആരാണത് വാങ്ങുക? വെറുതെ കൊടുത്താൽ പോലും ആർക്കും വേണ്ട. അത് ജീവനുള്ളതായിരുന്നുവെങ്കിൽ പോലും അത് ഐബുള്ളതാണ്, ന്യൂനതയുള്ളതാണ്, ആരും വില കൊടുത്തു വാങ്ങില്ല. അത്തരം ഒരു ചത്ത ആട്ടിന്റെ കുട്ടിയെ ആര് വാങ്ങാനാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആടിന് നിങ്ങൾ വല്ല വിലയും കൽപ്പിക്കുന്നുവോ? ഇല്ല,
എന്നാൽ അതാണ് ഈ ദുനിയാവിന്റെ വില. ഈ ദുനിയാവിന് അള്ളാഹുവിനടുക്കൽ അത്രയേ വിലയുള്ളൂ, അത്രയേ മൂല്യമുള്ളൂ. മറിച്ച് വിലപ്പെട്ടതും നാം നേടിയെടുക്കേണ്ടതും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതും പരലോകത്തെ സ്വർഗമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ച അധ്യാപനം. ഈ വിശ്വാസം കൃത്യമായും ഉൾക്കൊണ്ട ആളുകൾക്ക് സമ്പത്ത് കൊടുക്കുവാൻ, ജീവൻ സമർപ്പിക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. മരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അവർ മരിക്കാൻ തയ്യാറാണ്. മരണത്തോടുകൂടെ എല്ലാം നഷ്ടപ്പെടുകയല്ല, മരണത്തോടുകൂടെ ഞാൻ എല്ലാം നേടുകയാണ്. അതാണ് അവരെ മനസ്സിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ കരുത്തുള്ളത് കൊണ്ട് തന്നെ സ്വന്തം ഭവനത്തിൽ നിന്ന് ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. എവിടേക്കാ യാത്ര? മരിക്കുവാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി കൊടുക്കുന്നു, നിങ്ങൾ ഇന്ന പ്രദേശത്ത് പോകണം, അവിടെയുള്ള നേതാവിന്റെ കയ്യിലേക്ക് ഈ പ്രവാചകന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. ആ കത്തുമായി ഹിറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു സംഘവും പുറപ്പെടുകയാണ്. 70 ആളുകൾ ഉൾക്കൊള്ളുന്ന ആ സംഘം പ്രവാചകന്റെ എഴുത്തുമായി അവിടേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ ഹിറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ ഈ എഴുത്തുമായി പോകാം. അവരോട് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ആ പ്രദേശത്തെ ഭരണാധികാരിയും നേതാവുമായ വ്യക്തി മുസ്ലിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും വാഗ്ദത്തം ചെയ്തിരുന്നു. പ്രവാചകനോട് ആവശ്യപ്പെട്ടതാണ്, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമാകുന്നുണ്ട്, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുവാൻ മതപണ്ഡിതന്മാരാകാൻ യോഗ്യതയുള്ള ആളുകൾ ആവശ്യമെന്ന്. അങ്ങനെയാണ് 70 യുവാക്കളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിട്ടുള്ളത്. ഞാൻ ആ ചരിത്രം വിശദീകരിക്കാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലത്തെ നാട്ടുനടപ്പും കീഴ്വഴക്കവും സമ്പ്രദായവും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ 70 അംഗ സംഘത്തെ അവരോടൊപ്പം പറഞ്ഞയച്ചു. അവര് ബീർ മഊന എന്ന വെള്ളത്താളാകത്തിന്റെ പരിസരത്ത് താവളമടിച്ചു. അവിടെ നിന്ന് ഹിറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹുവും മറ്റ് 2 ആളുകളും കൂടി ഇങ്ങോട്ട് കടന്നു പോവുകയാണ്. ചെല്ലാനുള്ളത് ആ രാജ്യത്തെ ഭരണാധികാരിയായ വ്യക്തിയുടെ കയ്യിലേക്കാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എഴുത്തു കൊടുക്കണം. ഹിറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിനോടൊപ്പം അനുഗമിച്ച 2 ആളുകളോട്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ അവിടെ പോയി കത്ത് കൊടുക്കും. എനിക്ക് അദ്ദേഹത്തെ കാണാനും കത്ത് കൊടുക്കുവാനുമുള്ള സമ്മതം, അവിടെ നിർഭയത്വം എനിക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോവുക, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയിക്കുകയും ചെയ്യുക. ഹിറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ രാജാവിന്റെ വീട്ടിന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ കാവൽക്കാരുണ്ട്, ഭടന്മാരുണ്ട്. സമ്മതം ചോദിച്ചു, സമ്മതം നൽകുകയും ചെയ്തു. നിർഭയത്വം തനിക്ക് ലഭിച്ച സ്ഥിതിക്ക് അദ്ദേഹം അകത്തിയെന്നു കത്ത് കൊടുത്തു. ആ കത്ത് തന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഭരണാധികാരി ചെയ്തത് ആംഗ്യം കാണിക്കുകയാണ്. കാത്തിരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. നിമിഷ നേരം കൊണ്ട് ഹിറാം ഇബ്നു മിൽഹാന്റെ പിന്നിൽ നിൽക്കുന്ന വ്യക്തി തന്റെ കുന്തം, മൂർച്ചയേറിയ കുന്തം കൊണ്ട് കുത്തുകയാണ്. അത് തന്റെ ശരീരത്തിന്റെ മുൻഭാഗത്തേക്ക് തുളഞ്ഞ് രക്തം പ്രവഹിച്ചു. ആ രക്തം തന്റെ കയ്യിലെടുത്തുകൊണ്ട് മുഖത്തും തലയിലും പുരട്ടി അദ്ദേഹം പറഞ്ഞു, ഫുസ്തു വറബ്ബിൽ കഅബ, അല്ലാഹു അക്ബർ, ഫുസ്തു വറബ്ബിൽ കഅബ, അല്ലാഹുവാണ്, ഞാൻ സന്തുഷ്ടനാണ്, ഞാനിതാ വിജയിച്ചിരിക്കുന്നു, കഅബയുടെ നാഥ നീ സാക്ഷിയാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉച്ചരിച്ചത്. ഇത് കേട്ടിരുന്ന അദ്ദേഹത്തെ കുത്തിയിരുന്ന ജുബാർ എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. കാരണം ഈ വാക്ക് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു, എന്ത് വിജയമാണ് ഇയാൾക്കുണ്ടായത്? ഇയാൾ വധിക്കപ്പെട്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ വിജയിക്കുന്നത്? അയാൾ ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനെ ഏൽപ്പിച്ച കത്ത് അത് ഭരണാധികാരിയുടെ കയ്യിൽ കൊടുക്കുക. ഇത് ഇസ്ലാമിന്റെ പ്രചരണ മാർഗമാണ്. ആ ദീനീ പ്രവർത്തനത്തിന്റെ മാർഗത്തിലായിക്കൊണ്ട് എനിക്ക് മരിക്കാൻ കഴിഞ്ഞു. അതും ഒരു ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ടുള്ള മരണമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ രക്തസാക്ഷിത്വമാണ് എനിക്ക് ലഭിച്ചത്. ആ വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ വിജയമായി കണ്ടത്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കുത്തിയ വ്യക്തി പിന്നെ ഇസ്ലാമിലേക്ക് വന്നത്. ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ മരണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുന്നത് ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗം അവിടെ വളർത്തപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെ അവരുണ്ടായി തീർന്നു?
അവിടെയാണ് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം ആ മനുഷ്യ മനസ്സുകൾക്കുണ്ടാക്കിയ ശക്തമായ സ്വാധീനം നമ്മൾ കാണുന്നത്. ഒട്ടേറെ തിന്മകളിൽ അഡിക്റ്റായി കഴിഞ്ഞിരുന്ന ജനവിഭാഗമായിരുന്നു അവർ. മദ്യമില്ലാത്ത ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മദിരാശി ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പലിശ വ്യവസ്ഥയുള്ള സാമ്പത്തിക സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്നും അവതരിപ്പിച്ചപ്പോൾ ഒരു പ്രയാസവുമില്ലാതെ ആ നിയമങ്ങളെല്ലാം അംഗീകരിക്കുവാൻ, അതിന്റെ പേരിൽ വരുന്ന സാമ്പത്തിക കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുവാൻ അവർ തയ്യാറായല്ലോ. ലോക ചരിത്രത്തിൽ ആർക്കും സാധിക്കാതിരുന്ന കാര്യമാണ് 23 വർഷക്കാലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്തിരുന്നത്. അതെങ്ങനെ സാധിച്ചു? ഖുർആൻ അവരെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള വിശ്വാസം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള വിശ്വാസം അതാണ്. ആ വിശ്വാസത്തിന്റെ ആ ഒരു ചട്ടക്കൂടിന്റെ മഹത്വത്തിലും സ്വാധീനത്തിലുമാണ് ലോക ചരിത്രത്തിലെ എക്കാലത്തും സ്മരിക്കപ്പെടുന്ന മാതൃകാപരമായ ഒരു വിപ്ലവം അറേബ്യൻ രാജ്യത്തുണ്ടായത്. അറേബ്യൻ രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അത് വ്യാപിക്കുകയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതെത്തുകയും ചെയ്തു. ഇതാണ് മതം എന്ന് പറയുന്നത്. ആയുധശക്തി കൊണ്ടല്ല, നിയമത്തിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് മനുഷ്യ മനസ്സുകളിൽ യഥാർത്ഥമായ ബോധമുണ്ടാക്കി കൊടുക്കുകയും അള്ളാഹുവിന്റെ ഒരു അടിമയാണ് ഞാനെന്നും മരിച്ചതിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട്, അവിടെ ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, എന്റെ ജീവിതം പൂർണ്ണമായും നിയന്ത്രണത്തിന് വിധേയമാണ്, നിരീക്ഷണത്തിന് വിധേയമാണ്. ഈ ഒരു യാഥാർത്ഥ്യ ബോധം ആളുകളുടെ മനസ്സിലുണ്ടാക്കിയതാണ്. അതിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങളാണ് ഈ മധുരമായ സംസ്കൃതമായ ഉത്കൃഷ്ടമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് മതത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇതിനൊരു ബദൽ സംവിധാനങ്ങളില്ല. മതത്തിലൂടെയല്ലാതെ, മതത്തിന്റെ മാർഗത്തിലൂടെയല്ലാതെ ഇങ്ങനെ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയില്ല. നിയമങ്ങൾ കൊണ്ട് തിന്മകൾ തടയുന്നതിന് വളരെ പരിമിതിയുണ്ട്. നിയമത്തിന്റെ കണ്ണുകൾ എത്താത്ത ഒരുപാട് മേഖലകളുണ്ട്. നിയമത്തിന്റെ പഴുതുകളുണ്ട്. അവയെല്ലാം മനുഷ്യൻ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കിടയിൽ തന്നെയുണ്ട്. മൃഗത്തെക്കാൾ അധപ്പതിക്കാൻ കഴിയുന്ന മനുഷ്യന്, മലക്കുകളെക്കാൾ ഉന്നതരാകാനുള്ള യോഗ്യതയുള്ള മനുഷ്യന് ആ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സമൂഹത്തിന്റെ മഹത്തായ മാതൃക സമർപ്പിച്ചിട്ടുള്ളത്. ഈ കാലത്തും അത് തന്നെയാണ് പ്രഥമവും പ്രധാനവുമായ പരിഹാരമാർഗം. അതിന് ബദലൊരു സംവിധാനമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. മനുഷ്യനെ സൃഷ്ടിച്ച നാഥൻ നൽകിയിട്ടുള്ള മാർഗദർശനമാണ്. ആ മാർഗദർശനം തന്നെയല്ലാതെ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും വിവേകത്തിൽ നിന്നും മനുഷ്യന്റെ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഒരു ദർശനങ്ങൾക്കും ഇതിനൊരു പകരം സംവിധാനം ഉണ്ടാക്കാൻ സാധ്യമല്ല. അങ്ങനെയാണ് മതം മനുഷ്യന് ഏറ്റവും ആവശ്യമായി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള മനുഷ്യന്മാരെ ജാഹിലിയ സമൂഹം എന്നാണ് ഇന്നും നാം വിശേഷിപ്പിക്കുന്നത്. തമോ യുഗത്തിലെ ആളുകൾ എന്നാണ് അവരെ കുറിച്ച് വിശേഷിപ്പിക്കാറുള്ളത്. അക്കാലത്തെ സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാൻ, കൊള്ളാവുന്നവരാക്കുവാൻ സാധിച്ച മാർഗം എന്താണോ, ആദർശം എന്താണോ, ദർശനം എന്താണോ, അത് തന്നെയാണ് ഏറ്റവും ആധുനികരെന്ന് പറയുന്ന ജാഹിലിയ കാലത്തെ സമൂഹത്തെക്കാൾ അധപ്പതിച്ച ഇക്കാലത്തെ സമൂഹത്തെയും സംസ്കരിക്കാനുള്ള പരിഹാരമാർഗം. മറ്റൊരു പരിഹാരം, മനുഷ്യൻ പരീക്ഷിച്ചതെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ആധുനിക ലോകത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ശാസ്ത്രം ഒരിക്കലും മതത്തിന് ബദലാകുന്നില്ല. മനുഷ്യന്റെ ചിന്താധാരകളിലൂടെ വന്നിട്ടുള്ള ദർശനങ്ങൾ മനുഷ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഇതാണ് നാം ജീവിക്കുന്ന ഇക്കാലം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം. മാനവികത ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന, രൂക്ഷമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കേരളീയ സമൂഹത്തിൽ പോലും മാനവികതകൾക്ക് മങ്ങലേൽക്കുക മാത്രമല്ല, മാനവികതയെ ക്രൂശീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ സമീപകാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളുടെ രക്തം ചിന്തുന്നതിന് യാതൊരു തരത്തിലുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാത്ത ക്രൂരതയുള്ള മനസ്സുകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്.
യാതൊരു പരിചയവുമില്ലാത്ത നിരപരാധികളെ കൊല്ലുന്നത് തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള യുവസംഘങ്ങളാണ് പലപ്പോഴും കേരളത്തിന്റെ ചില നഗരങ്ങൾ പോലും ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിശയോക്തിയായിരിക്കില്ല. തൊഴിൽ രഹിതരായ ആളുകൾക്ക് ധാരാളം തൊഴിലുകൾ ഉണ്ടായിരിക്കെയാണ് കൊട്ടേഷൻ സംഘങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ തൊഴിൽ മേഖല ഉണ്ടായി വന്നിട്ടുള്ളത്. വേശ്യകളെന്ന് വിളിച്ച് അധിക്ഷേപിക്കപ്പെട്ടിരുന്ന ആളുകളെ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഔന്നത്യത്തിന്റെ മേഖലകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തിന്മകളെ നന്മകളുടെ പരിവേഷം നൽകിക്കൊണ്ട് അവയെ സമൂഹത്തിന്റെ മുഖച്ഛായയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ തിന്മയുടെ വക്താക്കളും രംഗത്ത് ഒരുമിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇത് കേരളീയ സാഹചര്യത്തിൽ പോലും ഇതിന്റെ സ്വാധീനങ്ങളുണ്ട്. ഈ അടുത്ത് നടന്നിട്ടുള്ള ചില കോടതി വിധികൾ നമുക്ക് കാണാം. കോടതികളിൽ പോലും ഇരുട്ടിൽ തപ്പുകയാണെന്നുള്ളതാണ് വസ്തുതയുള്ളത്. മാനവികതയുടെ അടിത്തറ കുടുംബ സംവിധാനമാണ്. ഒരു സൊസൈറ്റി ഉത്കൃഷ്ടമായി തീരുന്നത് കുടുംബം ഉത്കൃഷ്ടമായി തീരുമ്പോഴാണ്. കുടുംബം കുത്തഴിയുകയും അത് തകരുകയും ചെയ്യുന്നതോടുകൂടെയാണ് ലോകരാജ്യങ്ങൾ മുഴുവനും കുത്തഴിയുകയും നശിക്കുകയും ചെയ്തിട്ടുള്ളത്. ലൈംഗിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്ന ഒരു തലമുറ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നു. എംഗൽസിന്റെയും ഫ്രോയിഡിന്റെയും ചിന്തകൾ അക്കാലത്ത് സമൂഹത്തിൽ സ്വാധീനിക്കുകയും അതാണ് ജീവിതത്തിന്റെ ആസ്വാദനമെന്ന് അനുഭവിക്കുകയും ചെയ്തിരുന്ന അന്നത്തെ യുവതലമുറ ഇന്ന് വാർദ്ധക്യത്തിന്റെ മുഴുവൻ തിക്തഫലങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാരസന്തതികളെ സംരക്ഷിക്കുവാൻ ശിശുക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വന്നു, ശിശുമന്ദിരങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു, വൃദ്ധന്മാരെ സംരക്ഷിക്കുവാൻ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ സമൂഹത്തിൽ സ്നേഹം നഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യാത്ത, സ്വന്തം ജീവിതത്തിന്റെ സൗകര്യങ്ങളെ മാത്രം നോക്കിക്കാണുന്ന ഒരു തലമുറകൾ വന്നു. ആ തലമുറയുടെ ദുരന്ത ഫലം ഇന്ന് ലോകരാജ്യങ്ങളിൽ വൻ നഗരങ്ങളെല്ലാം ദുരന്തമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കാൻ സർക്കാരുകൾക്കോ ഫണ്ടുകൾക്കോ മന്ദിരങ്ങൾക്കോ സാധ്യമല്ല. ഭക്ഷണവും വസ്ത്രവും മരുന്നും നൽകാൻ കഴിയും, സ്നേഹം കൊടുക്കാൻ കഴിയില്ല. അത് മാനവികതയിൽ നിന്നുണ്ടാകുന്നതാണ്, മനുഷ്യത്വത്തിന്റെ താല്പര്യമനുസരിച്ചുണ്ടാകുന്നതാണ്. അവിടെ മാതാവും പിതാവും സന്താനങ്ങളും ഉണ്ടാകണം, സഹോദരനും സഹോദരിയും ഉണ്ടാകണം, ബന്ധങ്ങൾ ഉണ്ടാകണം, സ്നേഹത്തിൽ വളർത്തപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യണം. അങ്ങനെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കൂട്ടിയിണക്കലുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പിതാവിനെ പിതാവാണെന്നും മാതാവിനെ മാതൃത്വമുള്ളവരാണെന്നും തിരിച്ചറിയുന്നത്. ആ ഒരു ലോകം നഷ്ടപ്പെട്ടതിന്റെ ദുരന്തഫലം അനുഭവിക്കുകയാണ് ലോകം ഇന്ന്. അത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കേണ്ട സംഗതി എന്താണ്? ഇന്ത്യയിൽ ഈ അടുത്തു വന്ന ചില കോടതി വിധികളുണ്ട്. ആ വിധികൾ പോലും കുടുംബ സംവിധാനത്തെ സംബന്ധിച്ച് എന്ത് തീരുമാനം പറയണമെന്ന് അറിയാതെ വിഷമിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. വീട് വിട്ടിറങ്ങി അന്യന്റെ കൂടെ നടന്നുപോയൊരു പെണ്ണ്, കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. അങ്ങനെ ജീവനാംശം തനിക്ക് ലഭിക്കണം, നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസിന് പോയി. നെയ്യാറ്റിൻകരയിലെ ആ കോടതിയിൽ നിന്ന് നൽകിയ വിധി ഗാർഹിക പീഡന കേസ് കൊടുത്ത ആ സ്ത്രീയോട് പറഞ്ഞത്, നിനക്കിതിന് അവകാശമില്ല. ജീവനാംശത്തിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി ആ കോടതി അനുവദിച്ചുകൊണ്ട് വിധിച്ചപ്പോൾ അതേ വിഷയത്തിൽ മറ്റൊരു കോടതി, കേരള ഹൈക്കോടതി നൽകിയിട്ടുള്ള ഉത്തരവ്, ഒരിക്കലും ജീവനാംശത്തിന് നിനക്ക് അവകാശമില്ല, നഷ്ടപരിഹാരത്തിന് നിനക്ക് അവകാശമില്ല. ആ വിധി പ്രഖ്യാപിച്ചപ്പോൾ ജഡ്ജി പ്രത്യേകം ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. അന്യരുമായി പരപുരുഷന്മാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകൾക്കറിയാമല്ലോ ഇതിന് അനന്തരമായ തിക്തഫലങ്ങൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീട് വിട്ടിറങ്ങിപ്പോകുന്ന സ്ത്രീകൾക്ക് ഗാർഹിക പീഡന നിയമമനുസരിച്ചുകൊണ്ട് ജീവനാംശത്തിനോ നഷ്ടപരിഹാരത്തിനോ യാതൊരു അവകാശവുമില്ലെന്നുള്ള ഹൈക്കോടതിയുടെ വിധി വന്നു. നെയ്യാറ്റിൻകര കോടതിയുടെ വിധിയെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം ഒരു വിധി പ്രഖ്യാപിച്ചത്. അവിടെ കോടതി ഉയർത്തിപ്പിടിച്ചത് മാനവികതയുടെ മൂല്യത്തെയാണ്. എന്നാൽ ഇതേ സന്ദർഭത്തിൽ തന്നെ
സുപ്രീം കോടതിയിൽ മറ്റൊരു കേസ് വന്നു. ആ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് വിവാഹിതരല്ലാത്ത രീതിയിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയുന്നതിന് വിരോധമില്ല എന്നാണ്. ഇന്ത്യൻ നിയമമനുസരിച്ച് അതിന് വകുപ്പുകളില്ല. അത്തരം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുവാനുള്ള വകുപ്പില്ല. വിവാഹിതരായ ആളുകൾക്കേ നിയമാനുസൃത വകുപ്പുള്ളൂ. അതിനാൽ പാർലമെന്റ് അത്തരത്തിലുള്ളൊരു നിയമം കൂടി ഉണ്ടാക്കണമെന്ന അഭിപ്രായം കൂടി കോടതി രേഖപ്പെടുത്തുകയുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു കോടതി അതിൻ്റെ മാനവികതര വശം പരിഗണിച്ചുകൊണ്ട് കുടുംബ സംവിധാനം നിലനിർത്തണം എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് കുടുംബ സംവിധാനം അല്ലാത്ത രീതിയിൽ താന്തോന്നികളായും തമ്മാടികളുമായി ജീവിക്കുന്ന ആളുകൾക്കും ഈ കുടുംബ സംവിധാനത്തിൽ ജീവിക്കുന്ന പരിരക്ഷയും നിയമപരമായ പിൻബലവും ലഭിക്കണമെന്നുള്ള വിധി കൂടി നൽകുകയാണ്. ഇതേ സന്ദർഭത്തിൽ തന്നെ ഡൽഹിയിലെ കോടതിയിൽ നിന്ന് വന്ന വിധി എന്താണ്? തീർത്തും ഇത് അധാർമികമാണ്. അതുകൊണ്ട് തന്നെ മതങ്ങൾ ഇത് അനുവദിക്കുന്നില്ല. ഇതിനാൽ ഈ അധാർമികതയ്ക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായ വിധി പറയുകയുണ്ടായി. കാരണം കുടുംബം എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ളൊരു ബന്ധമാണ്. ഉത്തരവാദിത്വമുള്ള ബന്ധമാണ്. അത് ലൈംഗികമായ ജീവിതം ആസ്വദിക്കാനുള്ള മാത്രം ഏർപ്പാടല്ല. അവിടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്, ബാധ്യതകളുണ്ട്. അതാണ് കുടുംബ സംവിധാനം. മനുഷ്യപ്രകൃതി നിശ്ചയിച്ചിട്ടുള്ളത് അതാണ്. ആ സംവിധാനത്തിൽ നിന്നാണ് മാനവികത രൂപപ്പെട്ടു വരുന്നത്, ഉത്കൃഷ്ടമായൊരു സൊസൈറ്റി രൂപപ്പെട്ടു വരുന്നത്. ഇവിടെ കോടതികൾ വ്യത്യസ്തമായ വിധികളിലൂടെ സമൂഹത്തിന് മുമ്പിൽ എന്താണ് നൽകുന്നത്? വളരെ ഗൗരവമുള്ളൊരു വിഷയത്തിലേക്കാണ് ഇന്ത്യൻ കോടതികളുടെ ഈ വിധികൾ വിരൽ ചൂണ്ടുന്നത്. ഉത്തരവാദിത്വമുള്ള ജീവിതം നയിക്കുന്ന കുടുംബ സംവിധാനം, സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ആ സംവിധാനം, അത് തകർത്താൽ അവ ഉപേക്ഷിച്ചുകൊണ്ട് തമ്മാടികളായി ജീവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഒരുമിക്കുകയും തൻ്റെ ലൈംഗികമായ താല്പര്യങ്ങൾ അവസാനിക്കുമ്പോൾ വേർപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് കുടുംബത്തിന്റെ പരിരക്ഷ വേണം, അവർക്ക് ലഭിക്കുന്ന നിയമപരമായ ആനുകൂല്യം ലഭിക്കണമെന്ന് പറയുമ്പോൾ എവിടേക്കാ നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത്? ജീവനാംശം വേണമത്രേ അവർക്കും. നിയമപരമായ പരിരക്ഷ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അവിടെ എവിടെയാണ് ഭാര്യ? എവിടെയാണ് ഭർത്താവ്? അവിടെ എവിടെയാണ് പിതൃത്വം? എവിടെയാണ് മാതൃത്വമുള്ളത്? ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ചിന്ത പോകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, പരമോന്നത കോടതികളിലുള്ള ആളുകളിൽ പോലും ഇവയെ സംബന്ധിച്ചുള്ള കൃത്യമായ മാനവികതയെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് കുടുംബ കോടതി വിധികളിൽ വൈരുദ്ധ്യങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമാണ് ഈ സമീപകാലത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ അധാർമികതക്ക് നിയമത്തിൻ്റെതായ പിൻബലം ലഭിക്കുന്ന ഒരു രാജ്യമായി കഴിഞ്ഞാൽ ആ രാജ്യം മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച മനുഷ്യ സമൂഹത്തിന്റെ രാജ്യമായി മാറുകയാണ് ചെയ്യുക. നിയമപരമായ എല്ലാ പരിരക്ഷയുമുണ്ട്. ഗാർഹിക പീഡനത്തിന് കടുത്ത നിയമവും സുരക്ഷയും ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. എന്നിട്ട് പോലുമാണ് നമ്മുടെ പത്രത്തിലെ ഒരു പേജ് അതിനു വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ. പിന്നെങ്ങനെയാണ് മാനവികത വളർന്നു വരിക? ഭാര്യയും ഭർത്താവും ഉണ്ടാകുമ്പോഴാണ് പിതാവും മാതാവും ഉണ്ടാകുന്നത്. അവിടെയാണ് പിതൃത്വം ആദരിക്കപ്പെടുന്നത്. അവിടെയാണ് മാതൃത്വം ബഹുമാനിക്കപ്പെടുന്നത്. അവിടെയാണ് കുട്ടികളെ സ്നേഹത്തോടെ വളർത്തപ്പെടുന്നത്. ആ കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ഉറക്കൊഴിയുന്ന, പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകുന്നത്. വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ ത്യാഗമനുഷ്ഠിക്കുന്ന മക്കൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാകുമ്പോഴാണ് നല്ല അയൽക്കാരുണ്ടാകുന്നത്, നല്ല അയൽപക്ക ബന്ധമുണ്ടാകുന്നത്. അത്തരം വീടുകൾ ഒത്തൊരുമിക്കുമ്പോഴാണ് ഒരു നല്ല സൊസൈറ്റി രൂപപ്പെട്ടു വരുന്നത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എവിടെയാണ്? കുടുംബം എന്ന സംവിധാനമാണ്. അവിടെ നിന്നാണ് മാനവികത വളർന്നു വരുന്നത്. അവിടെ നിന്നാണ് സ്നേഹം വളർന്നു വരുന്നത്. അവിടെ നിന്നാണ് മനുഷ്യത്വം ഉണ്ടാകുന്നത്. മാനുഷിക ബന്ധങ്ങളുടെ മൂല്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത് അവിടെ നിന്നാണ്. അവിടെയാണ് തകർക്കാൻ വേണ്ടി കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. അരക്ഷിതാവസ്ഥയിൽ വളർന്നു വരുന്ന ആളുകൾ
അവരാണ് രാജ്യത്തെ കൊള്ളക്കാരാകുന്നത്, അവരാണ് രാജ്യത്തെ കലാപക്കാരായി മാറുന്നത്, അവർക്കാണ് നിരപരാധികളെ കൊന്നൊടുക്കുന്നതിൽ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതിരിക്കുന്നത്. വികലമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന കുട്ടികൾ, മദ്യപാനികളും കലഹമുണ്ടാക്കുകയും ചെയ്യുന്ന കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, അവരാണ് ഭാവിയിൽ കൊള്ളക്കാരും അക്രമികളായി മാറുന്നത്. വളരെ കൃത്യമായും മനഃശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളിലൂടെ നമുക്കത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, മതം അത് മാനവികതയുമായി ഇഴുകിച്ചേർന്നാണ് നിൽക്കുന്നത്. മതം ആ സംവിധാനം ഉണ്ടാക്കുന്ന കുടുംബത്തിൽ നിന്നാണ്, നല്ല അയൽക്കൂട്ടങ്ങളിൽ നിന്നാണ്, നല്ല ഒരു സൊസൈറ്റി രൂപപ്പെടുത്തിക്കൊണ്ടാണ്. സ്നേഹമാണ് മതം സമൂഹത്തെ പഠിപ്പിച്ചത്, കാരുണ്യമാണ് മതം വിളക്കിച്ചേർത്തിട്ടുള്ളത്. അത് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുണ്ട്, അയൽവാസികൾ തമ്മിലുണ്ട്, സമൂഹത്തിലൊരു അംഗമെന്ന നിലക്കുണ്ട്, നേതാക്കളും അനുയായികളും തമ്മിലുണ്ട്, പണ്ഡിതന്മാരും സാധാരണക്കാരും തമ്മിലുണ്ട്. ഈ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ബഹുമാനത്തിന്റെയും കണ്ണികൾ എവിടെയാണോ മുറിയുന്നത്, അവിടെയാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്. ബഹുമാനിക്കപ്പെടുന്ന നേതാക്കന്മാരും ബഹുമാനം അംഗീകരിച്ചു കൊടുക്കുന്ന അനുയായികളും അത്തരം മാതാപിതാക്കളും കുടുംബ സംവിധാനവും ഉണ്ടാകുമ്പോൾ അവിടെ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരും, സ്നേഹം ശക്തിപ്പെട്ടു വരും, ത്യാഗം മധുരമായി തീരും. എൻ്റെ സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നത് എനിക്ക് മധുരമായ അനുഭവമായി തീരും. സ്വാർത്ഥതകൾ അവിടെ സംസ്കരിക്കപ്പെടും. ഈ ഉദാത്തമായ മഹത്തായ മാനവിക മൂല്യമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ ഇസ്ലാം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനവികത ഉയർന്നു വരണമെങ്കിൽ മതം പഠിപ്പിക്കുന്ന ഈ സന്ദേശമുണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഭീകരവാദി ഉണ്ടാവില്ല, നിരപരാധിയുടെ രക്തം ചൊരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. ആ വ്യക്തിക്ക് അത് സാധ്യമല്ല. ഖുർആൻ പഠിപ്പിക്കുന്ന ഈ മാനവികത ഉൾക്കൊള്ളുന്നവന് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിരവധി അനുഭവങ്ങൾ നമുക്കുണ്ട്. ഒരു യഹൂദന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ആളുകൾ ചോദിച്ചത് യഹൂദന്റെ മയ്യത്തല്ലേ എന്ന്. പ്രവാചകൻ പറഞ്ഞത് അതൊരു മനുഷ്യനല്ലേ എന്ന ചോദ്യമാണ്. മാനവികതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പ്രവാചകൻ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. എത്രയെത്ര ഉദാഹരണങ്ങളാണ് പ്രവാചകൻ നമുക്ക് ലഭിക്കുന്നത്. ഇസ്ലാമിക ഭരണം ശക്തമായ കാലഘട്ടം, ഖലീഫമാരുടെ കാലഘട്ടം, അത്തരം സാഹചര്യങ്ങളിലെല്ലാം ഭീകരതയുടെയും വർഗീയതയുടെയും എല്ലാ വേരുകളും അറുത്തുമാറ്റുകയാണ് ചെയ്തിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആധിപത്യ കാലത്ത് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്നൊരു സന്ദർഭമുണ്ട്. എന്തിനാണ്? ആ രാജ്യത്തെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പോയത്. ആ രാജ്യത്തിന്റെ ഭരണം ഖലീഫയെ ഏൽപ്പിക്കുവാൻ അന്നാട്ടിലെ നേതാക്കന്മാർ തീരുമാനിച്ചു. അന്നത്തെ ക്രൈസ്തവ പാത്രിയാർക്കീസുമാർ ഖലീഫ വന്ന് ആ കാര്യം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് മദീനയിൽ നിന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സ്വീകരണവും മാന്യമായി തന്നെ അവർ നൽകി. കൃത്യമായ കരാർ രേഖകൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ആധുനികമായ കരാർ വ്യവസ്ഥയാണ് ആ രാജ്യത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്ത്യാനികൾക്ക് അവരെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും രാജ്യത്തെ പൗരന്മാരെന്ന നിലക്കുള്ള മുഴുവൻ മനുഷ്യാവകാശങ്ങളും ഉൾക്കൊള്ളുന്ന കരാറാണത്. ഇന്നും ചരിത്രം പഠിക്കുന്ന അമുസ്ലിങ്ങൾ പോലും ആ ഖലീഫ ഉമർ രേഖപ്പെടുത്തിയ കരാറ് മാതൃകയായി സ്വീകരിക്കുന്നുണ്ട്. ആ മഹത്തായ കരാർ എഴുതി ഉത്തരവാദിത്വം ഖലീഫയെ ഏൽപ്പിക്കുകയും രാജ്യത്തെ പൗരന്മാരെന്ന അവകാശം അവർക്ക് നൽകുകയും ചെയ്ത, റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആ ഖലീഫയുണ്ടല്ലോ, അദ്ദേഹത്തോട് നമസ്കരിക്കുവാൻ സമയമായപ്പോൾ അവര് പറഞ്ഞു, അവരുടെ ഒരു ചർച്ച കാണിച്ചുകൊണ്ട് ഇവിടെ നമസ്കരിച്ചോളൂ എന്ന്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടെ നമസ്കരിക്കുന്നില്ല, ഇന്നൊരു വിജയത്തിന്റെ ദിനമാണ്. റോമൻ ഭരണത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ച് ആ രാജ്യത്തിന്റെ അധികാരം ഖലീഫയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനത്തിൽ ഇവിടെ വെച്ച് ഞാൻ നമസ്കരിച്ചാൽ ഒരുപക്ഷേ ഭാവി തലമുറയിലുള്ള ആളുകൾ പറഞ്ഞേക്കാം, ഇത് ഖലീഫ ഉമർ നമസ്കരിച്ച ഇടമാണ്, അതുകൊണ്ട് ഈ ചർച്ച് മാറ്റി അത് മുസ്ലിം പള്ളിയാക്കണമെന്ന് അവകാശം പറഞ്ഞേക്കാമെന്ന ദീർഘവീക്ഷണമുള്ള തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞത്.
ഇതായിരുന്നു ഇതര മതവിഭാഗത്തോട് പോലും മുസ്ലിങ്ങൾ കാണിച്ചിട്ടുള്ള മാനവികത ഉദാത്തമായ മാതൃക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മോഷണം നടന്നു. അത് പ്രമാദമായി തീർന്നു, ചർച്ചയായി. മോഷ്ടിക്കപ്പെട്ട വസ്തു ഒരു യഹൂദന്റെ ഭവനത്തിൽ നിന്ന് ലഭിച്ചു. മോഷ്ടിച്ചവന്റെ കുടുംബങ്ങൾ പറഞ്ഞു ആ യഹൂദനാണ് മോഷണം നടത്തിയിട്ടുള്ളത് എന്ന്. സാധനം അവന്റെ വീട്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. സ്വാഭാവികമായും തെളിവുകൾ ആ യഹൂദന് എതിരായിരുന്നു. യഥാർത്ഥ മോഷ്ടാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചതാണത്. പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ജനങ്ങളെല്ലാം ആ യഹൂദന്റെ നേരെയാണ് ശ്രദ്ധിച്ചിരുന്നത്. എന്താണ് വിശുദ്ധ ഖുർആൻ ചെയ്തെന്നറിയുമോ? ഖുർആനിൽ നിരവധി ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു. ആ യഹൂദൻ നിരപരാധിയാണെന്നും യഥാർത്ഥ കുറ്റവാളി ആ യഹൂദനല്ല മറ്റൊരാളാണെന്നുമുള്ള പ്രഖ്യാപനം ഖുർആനിലൂടെ അവതരിപ്പിച്ചു. അതാണ് ഇസ്ലാമിന്റെ മാതൃക. ഞാൻ അത്തരം ചരിത്രങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. ഇതര മതവിഭാഗങ്ങളോട് പോലും മാനവികതയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. യുദ്ധഭൂമിയാണ്. ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച ശത്രുക്കളുമായി പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടത്തിന് പോകുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശമുണ്ട്. റോമക്കാർ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച് അതിർത്തിയിൽ ലക്ഷക്കണക്കിന് സൈന്യങ്ങൾ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും ഇസ്ലാമിക രാജ്യത്തെ കടന്നാക്രമിക്കും. പ്രതിരോധിക്കുവാനുള്ള സംഘത്തെ പ്രവാചകൻ നിയോഗിച്ചു. പോകുന്ന സമയത്ത് അവരെ നിർത്തിയിട്ട് പ്രവാചകൻ നൽകുന്ന വസിയ്യത്തുണ്ട്. നിങ്ങൾ പോകുന്നത് ശത്രുക്കളോട് പോരാടാനാണ്. അവിടെ സ്ത്രീകളാരും ഉപദ്രവിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങൾ നിങ്ങളെ കയ്യാൽ ഒരിക്കലും വധിക്കപ്പെട്ടുകൂടാ. മഠങ്ങളിൽ താമസിക്കുന്ന സന്യാസിമാരുണ്ട്, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു നീക്കരുത്. അങ്ങനെ യുദ്ധഭൂമിയിൽ പാലിക്കേണ്ട മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉപദേശം നൽകുന്നു. നിങ്ങളുടെ ശത്രു, ആ ശത്രു അവന്റെ അംഗഭംഗം വരുത്തരുത്. കണ്ണു ചൂഴ്ന്നും ചെവി മുറിച്ചുകൊണ്ടും ശത്രുവിന്റെ മൃതദേഹത്തോട് ക്രൂരത അല്ലെങ്കിൽ അത്തരം ഒരു സമീപനം ഉണ്ടാവരുത് എന്നാണ്. ഇത് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ പാലിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാനവിക മൂല്യമാണത്. ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അക്കാലഘട്ടത്തെ ചരിത്രം പരിശോധിച്ചാൽ യുദ്ധഭൂമിയിലുള്ള മനുഷ്യാവകാശങ്ങളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയുമോ? സാധിക്കില്ല സഹോദരങ്ങളെ, സാധിക്കില്ല. ഞാൻ വ്യക്തമായി തന്നെ പറയുന്നു, സാധിക്കില്ല. അതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിച്ച മാനുഷിക മൂല്യം. മനുഷ്യാവകാശങ്ങൾ അതാണ്. പ്രവാചകന്റെ സുപ്രസിദ്ധമായ അറഫയിലെ പ്രസംഗം മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള പ്രസംഗമാണ്. അങ്ങനെയുള്ള മഹത്തായ മാനവികത ഉയർത്തിപ്പിടിച്ചൊരു മതമാണ് ഇസ്ലാം. എന്നാൽ ഇസ്ലാമിന്റെ ആളുകൾ തിന്മകൾ ചെയ്യുന്നില്ലേ? ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്ന പലരും ഇസ്ലാമിന്റെ മേഖലകളെ ചൂഷണത്തിന് വേണ്ടി വിധേയമാക്കുന്നില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് മതം കച്ചവടമാണ്, മതം ചൂഷണമാണ്. ആത്മീയതയുടെ മറവിൽ പലതരത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങളും നടക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ കേന്ദ്രങ്ങളാണ് ജാറങ്ങള്, അതിൻ്റെ കേന്ദ്രങ്ങളാണ് ആശ്രമങ്ങള്, അതിൻ്റെ കേന്ദ്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ആധുനികനായ മനുഷ്യൻ ഏറെ അസ്വസ്ഥനാണ്. ആഗ്രഹങ്ങൾ ഒരുപാടാണ്, അഭിലാഷങ്ങളും വ്യാമോഹങ്ങളുമാണ് ഒരു കേരളക്കാരനെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. എത്തിപ്പിടിക്കാൻ കഴിയാത്തത്രയും ആഗ്രഹങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നുവോ അത് നോക്കിക്കണ്ട് അതുപോലെ അതിനേക്കാൾ ഉയരത്തിൽ എൻ്റെ ജീവിതമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും അതൊരിക്കലും സാധ്യമല്ല. സാധ്യമല്ലാത്തവനും ഇന്നത് സാധിക്കണം. എന്ത് വഴിയുണ്ട്? അധ്വാനിച്ചാൽ സാധിക്കുന്നില്ല, പ്രയത്നിച്ചാൽ എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. ഈ അസ്വസ്ഥത അനുഭവിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് ഇതാ ഈ മന്ത്രച്ചരട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ നിങ്ങൾക്ക് എല്ലാ അഭിവൃദ്ധിയും ലഭ്യം. ഇതാ ഈ മോതിരം, ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും. ഇതാ ഈ ഒരു കുപ്പിവെള്ളം,
ഇത് കുടിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കും. അത്തരത്തിൽ മതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രേരണകൾ, ശക്തമായ പ്രലോഭനങ്ങൾ, പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറുക്ക് വഴിയിലൂടെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അസ്വസ്ഥരായ ആളുകൾ എല്ലാ മാർഗത്തിലും നെട്ടോട്ടമോടുകയാണ്. അള്ളാഹുവിനെ കൈവിട്ട് കഴിഞ്ഞാൽ ഖുർആൻ പറഞ്ഞു, ആകാശത്തുനിന്ന് ഞെട്ടറ്റ് വീണവനെ പോലെയാണവൻ, എവിടെയോ കാറ്റുകൊണ്ട് അവനെ തള്ളിയിടുമെന്ന്. ഈ ആളുകൾ എല്ലായിടത്തും ഓടുന്നുണ്ട്. ആ ഓട്ടമാണ് മതമേഖലകളിൽ ഇന്ന് നടക്കുന്ന ചൂഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ജീവിതത്തിൽ മതം ഉൾക്കൊണ്ട് ജീവിക്കണം, അത് മരണം വരെ തുടരണം, എന്നാലേ സ്വർഗം ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുവാൻ ഇതാ മുടിയിട്ട വെള്ളം 1000 ഉറുപ്പ്യനെ മുടക്കുള്ളൂ. ഒരു തവണ ദാഹം തീരുന്നവരെ കുടിച്ചാൽ മതി, സ്വർഗം ഉറപ്പായില്ലേ? അത്ര എളുപ്പത്തിൽ 1000 കൊടുത്തുകൊണ്ട് സ്വർഗം ലഭിക്കുമെന്ന് കണ്ടാൽ അതല്ലേ ഏറ്റവും നല്ലത്? അങ്ങനെ ചിന്തിക്കുന്ന സാധാരണ ജനങ്ങളെ, പാമര ജനങ്ങളെയാണ് അത്തരം ആളുകൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുടിയുമായി ആദ്യം വന്നു. മഹാനായ ഇമാം സുയൂത്തി റഹിമഹുള്ളയുടെ ശമായിൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടിയെ സംബന്ധിച്ച് അതിൻ്റെ പരമാവധിയുള്ള വലിപ്പം 2 ചുമരുകളിലേക്ക് എത്തുന്നതാണ്, ചെവിക്കുന്നി വരെ എത്തുന്നതാണ്. അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വളർന്ന മുടി പ്രവാചകനില്ല, വ്യക്തമായി പരാമർശിച്ചു. എന്നാൽ അതിനേക്കാളും 75 സെന്റിമീറ്ററോളം നീളമുള്ള മുടി കാണിച്ച് ഇത് പ്രവാചകന്റെ മുടിയാണ്, പ്രവാചകന്റെ മുടിയായതുകൊണ്ട് അത് കത്തുകയില്ല, വളരും, പെരുകും, പലതരം മഹത്വങ്ങളും പ്രചരിപ്പിച്ച് കുറേ ആളുകൾ ആ മുടിയിട്ട വെള്ളം കുടിച്ച് അതിനുവേണ്ടി 40 കോടിയാണ് അത്ര ശേഖരിച്ചിട്ടുള്ളത്. ശേഖരിച്ചാലും ഇല്ലെങ്കിലും ലക്ഷ്യം സാധിച്ചിട്ടുണ്ട്. ലക്ഷ്യം എന്താണ്? കോടിയാണ്. ആളുകൾക്ക് രോഗം മാറിയാലും ഇല്ലെങ്കിലും ലക്ഷ്യം സാധിക്കുന്നു എന്നുള്ളതാണ്. അബ്ബാസി ഖലീഫയായിരുന്ന മഹദിയുടെ അടുക്കലേക്ക് നല്ല തുണിയിൽ പൊതിഞ്ഞ ചെരുപ്പുമായി ഒരാൾ കയറി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പാണ്, നിങ്ങൾക്ക് ഹദിയ തരാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഖലീഫ ആലോചിച്ചു, എന്താ ഇത് ചെയ്യേണ്ടത്? അദ്ദേഹം വാങ്ങിയിട്ട് 10,000 ദിർഹം കൊടുക്കാൻ പറഞ്ഞു ഇയാൾക്ക്. അയാൾ അതും വാങ്ങിപ്പോയി. അതിനാണ് വന്നത്. പണവുമായി ഇറങ്ങിപ്പോയപ്പോൾ സദസ്സിലുള്ള ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ചെയ്തത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ ഈ സാധനം കണ്ടിട്ട് പോലുമില്ല. എനിക്ക് നന്നായിട്ടറിയാം, ഞാനത് വാങ്ങാതിരുന്നാൽ ഇവൻ പുറത്തിറങ്ങിയിട്ട് എന്താ പറയാ? റസൂലുള്ളാഹിന്റെ ചെരുപ്പിനെ നിന്ദിച്ചു എന്നാ പറയാ. സാധാരണ ജനങ്ങൾ അവയോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുക. അവൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നവർ കുറവായിരിക്കില്ലേ? അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. ഞാൻ വാങ്ങിയത് ഈ ചെരുപ്പല്ല, അവൻ്റെ നാവാണ്. ആ നാവൊന്ന് അടങ്ങിക്കണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാവുന്ന കാര്യമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുക പോലും ചെയ്യാത്ത ചില സാധനങ്ങൾ പ്രവാചകന്റേതാണെന്ന് അക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചരിത്രം നമുക്ക് മുമ്പിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും കാലങ്ങളായി ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മദീന പള്ളി കത്തിപ്പോയിരുന്നു. പള്ളിയുടെ ഉള്ളിലുള്ള എല്ലാ സാധനവും കത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി ചരിത്രം അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കുള്ളിൽ മിമ്പർ ഉണ്ടായിരുന്നു, അത്തരം സാധനങ്ങൾ ഉണ്ടായിരുന്നു. പള്ളി പൂർണ്ണമായും കത്തിക്കരിഞ്ഞു പോയി. എല്ലാ സാധനങ്ങളും മാറ്റി ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് മദീന പള്ളിയിലെ ഖത്തീബുമാർ ഷിയ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അക്കാലത്തുള്ള ആളുകൾ പറഞ്ഞു, പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബികളെ അധിക്ഷേപിക്കുന്ന മിമ്പറല്ലേ ഉള്ളത്, അതിനാലാണ് അള്ളാഹുവിന്റെ ശിക്ഷയെന്നോണം ഈ തീപിടുത്തമുണ്ടായത് എന്ന്. അങ്ങനെ ചരിത്രം നമുക്ക് വായിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് പറഞ്ഞുകൊണ്ട് ചില സാധനങ്ങളൊക്കെ
അവശേഷിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ പോലും ബഗ്ദാദ് ആക്രമിച്ച സമയത്ത് ചെങ്കിസ് ഖാന്റെ ആളുകൾ തീയിട്ട് കത്തിച്ചപ്പോൾ എല്ലാം അതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തിമോർ ലെങ്കിന്റെ നേതൃത്വത്തിൽ സിറിയയെ ആക്രമിച്ചപ്പോൾ ആ തീനാളത്തിലെല്ലാം കത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായും പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രവാചകന്റേത് എന്ന് പറയുന്ന ചില സാധനങ്ങൾ, പ്രവാചകനിലേക്ക് ചേർത്ത് പറയുന്ന ചില സാധനങ്ങൾ അക്കാലത്ത് ചിലയിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവയെല്ലാം ഈ തീപിടുത്തത്തിലും ഈ പടയോട്ടത്തിലും നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്നും തന്നെ പ്രവാചകന്റേത് എന്ന് പറയാവുന്നത് അവശേഷിക്കുന്നില്ല. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് പറഞ്ഞ് ലോകത്തിന്റെ പല ഭാഗത്തും ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കോപ്പയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഒരു പാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇബ്നു തൂലൂൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ മുഫാഖഹത്തുൽ ഖല്ലാൻ ഫി ഹവാദിസിസ് സമാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഹിജ്റ 919 വർഷത്തിലുള്ള കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് അവകാശപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന ഒരു വടിയും ഒരു കോപ്പയെയും കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. വടിയുണ്ട്, ഒരു കോപ്പയുമുണ്ട്. അത് റസൂലിൻ്റെതാണെന്ന് തെളിവല്ല, പ്രവാചകന്റേതാണെന്ന് ആരോപിക്കപ്പെടുന്നതാണ്. എന്നിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷിപ്പുകളിൽ പെട്ടതല്ല എന്നും, മറിച്ച് ലൈസ് ഇബ്നു സഅദിന്റെ കുടുംബ പാരമ്പര്യത്തിൽ അവരുടെ സൂക്ഷിപ്പിൽപ്പെട്ടതാണെന്നും തെളിഞ്ഞിരിക്കുന്നു എന്ന് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഉദ്ധരണികൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സൂചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത പലതും പ്രവാചകന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും അത്തരത്തിൽ പല ഭാഗങ്ങളിലും ആരോപണം ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റസൂലിൻ്റെതാണ് എന്ന് തെളിയിക്കുന്ന വ്യക്തമായ ഒരു രേഖയും ഇല്ലാതെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പേരിൽ ബർക്കത്തുണ്ടാകും, വെള്ളം കുടിച്ചോളൂ, അതിനോ പണം ആവശ്യത്തിന് കൊടുക്കുകയും ചെയ്യണം. ഈ രൂപത്തിൽ ഇതെല്ലാം ഒരു ചൂഷണത്തിന്റെ മാർഗമായിട്ടാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അഹമ്മദ് തൈമൂർ പാഷയെ പോലെയുള്ള ആളുകൾ പ്രവാചകന്റെ തിരുശേഷിപ്പുകളായി ഇന്ന് ലോകത്തുള്ളതിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകളുണ്ട്. തുർക്കി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരുപാട് സാധനമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ളതുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിനുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അങ്ങനെ പലരുടെയും പേരിലുള്ളതുണ്ട്. ഇവയെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ പ്രവാചകന്റേതാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന രേഖയുള്ളതില്ല. ഒരുപക്ഷെ ആയേക്കാം എന്ന് പറയാമെന്നല്ലാതെ ശരിക്കും പ്രവാചകന്റേതാണെന്ന് ഏത് എന്ന് വേർതിരിക്കാൻ കഴിയുന്ന ഒരു രേഖകളോ തെളിവുകളോ അവരെ കയ്യിലില്ല. അവയെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ആധുനിക പണ്ഡിതന്മാർ അതാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാര് പറഞ്ഞത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലതിനെക്കുറിച്ചും ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് അഭിപ്രായപ്പെടുന്നു ആളുകൾ. യഥാർത്ഥത്തിൽ അതെല്ലാം പ്രവാചകന്റെ പേരിലെ ആരോപണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് തെളിയിക്കുന്ന ഒരു സനദോ രേഖയോ തെളിവുകളോ ഇവരെ കയ്യിലൊന്നുമില്ല. മുടി കത്തിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ പാത്രം പുരാവസ്തു ഗവേഷകരെ പരിശോധിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പലപ്പോഴും ഉത്തരമുണ്ടാകാറില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നും നമ്മുടെ സമൂഹത്തിൽ ആത്മീയതയുടെ പേരിലുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരും പാമരന്മാരുമായ ആളുകൾ അത് ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിലൂടെ എന്തെങ്കിലും അനുഗ്രഹം തേടാൻ സാധിച്ചാൽ ഒരു നേരത്തെ ദാഹം തീർക്കാനുള്ള അല്പവെള്ളമെങ്കിലും കുടിച്ച് സ്വർഗം ഉറപ്പുവരുത്താൻ കഴിയുമോ എന്നിടത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒളു ചെയ്ത പ്രവാചകന്റെ വെള്ളം കൊണ്ട് ബർക്കത്തെടുക്കാൻ ശ്രമിച്ച സഹാബികളിൽപ്പെട്ട ചിലരുണ്ടായിരുന്നു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നല്ല, മറിച്ച് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് എന്താണ്? പ്രവാചകൻ അവരോട് പറഞ്ഞത് ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് അനുഗ്രഹം നേടണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മൻ കാന മിൻകും യുഹിബ്ബു അൻ യുഹിബ്ബഹല്ലാഹു വറസൂലുഹു, അല്ലാഹുവിന്റെയും റസൂലിന്റെയും സ്നേഹമാണോ
നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നതുമെങ്കിൽ ഫല്യസ്ദുഖുൽ ഹദീസ്, വർത്തമാനത്തിൽ അവൻ സത്യം പാലിക്കട്ടെ, അവന്റെ നാവിനെ നിയന്ത്രിക്കുകയും സത്യം പറയുകയും ചെയ്യട്ടെ. വല്യുഅദ്ദിൽ അമാന, അമാനത്ത് നിർവഹിക്കട്ടെ, വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാകണം അവൻ. വലാ യുദി ജാറഹു, അയൽവാസി അവൻ ഉപദ്രവിക്കരുത്, നല്ല അയൽപക്ക ബന്ധങ്ങൾ അവനുണ്ടാക്കാൻ കഴിയണം. ഇങ്ങനെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് കർമ്മം കൊണ്ട് അനുഗ്രഹം തേടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഹജ്ജിന് വന്ന ആളുകൾ കൂട്ടമായി പോകുന്ന അദ്ദേഹം കണ്ടു. അന്വേഷിച്ചു, എന്താ സംഭവം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് വേണ്ടി വന്നു. മക്കക്കാർ ഉംറ ചെയ്യാൻ സമ്മതിച്ചില്ല, മക്കയിലേക്ക് പ്രവേശിക്കാനേ സമ്മതിച്ചില്ല. അവർ ഇഹ്റാമിൽ മക്കക്കാരിൽ നിന്ന് സമ്മതം കിട്ടുവാൻ വേണ്ടി കാത്തുകൊണ്ടിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അദ്ദേഹം തിരിച്ചു വരുന്ന കാണുന്നില്ല. അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന വാർത്ത പ്രചരിച്ചു. ആ സമയത്ത് പ്രവാചകൻ അനുചരന്മാരെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരോട് ബൈഅത്ത് ചെയ്തു. അവരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ഇത് യുബായിഊനക തഹത ശജറ, വൃക്ഷച്ചുവട്ടിലിരുന്ന് താങ്കൾ കരാറ് ചെയ്ത സന്ദർഭം എന്ന് വിശുദ്ധ ഖുർആൻ സമൂഹത്തെ പഠിപ്പിച്ചതാണ്. ആ ആളുകളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് റബ്ബിന്റെ ഭാഗത്തുനിന്ന് അനുഗ്രഹ വാർത്ത സമൂഹത്തെ അറിയിക്കുകയുണ്ടായി. ആ വൃക്ഷം തേടിയാണ് ഈ ആളുകൾ പോകുന്നത്. പ്രവാചകൻ ഇരിക്കുകയും ആളുകൾ ബയ്യത്ത് ചെയ്യുകയും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുകയും ചെയ്തിട്ടുള്ള, അള്ളാഹുവിന്റെ തർളിയത്ത് അംഗീകാരം കിട്ടിയെന്ന് പടച്ചവൻ പ്രഖ്യാപിച്ചിട്ടുള്ള ആ മഹത്തായ കർമ്മം നിർവഹിക്കപ്പെട്ട വൃക്ഷം അന്വേഷിച്ചുകൊണ്ട് ആളുകൾ പോയത്. വിവരമറിഞ്ഞ ഖലീഫയുടെ ഉത്തരവ് ആ മഹാവൃക്ഷം സംരക്ഷിക്കാൻ സംവിധാനം ചെയ്യാനല്ല, മറിച്ചത് വേരടക്കം പിഴുതു കളയാനാണ്. എവിടെയാണ് വൃക്ഷമുണ്ടായത് എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയരുത്. ആ രീതിയിൽ മുറിച്ചു നീക്കാനുള്ള ഉത്തരവാണ് ഖലീഫ പുറപ്പെടുവിച്ചത്. അതാണ് സ്വഹാബത്തിന്റെ മാതൃക. പ്രവാചകന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ എക്കാലത്തേക്കുമുള്ള ആളുകൾക്ക് മാതൃകയായി നിലനിർത്തണമെന്നല്ല ഇവിടെ ഖലീഫ ആലോചിച്ചത്. ഇത് നിലനിർത്തുന്നത് പൂർവകാല സമൂഹങ്ങൾ വഴിതെറ്റിയതുപോലെ, വിശ്വാസരംഗത്തവർക്ക് ജീർണത വന്നതുപോലെ, ബഹുദൈവ വിശ്വാസവും ശിർക്ക്പരമായ പ്രവർത്തനങ്ങളും സംഭവിച്ചതുപോലെ ഈ മുസ്ലിം ഉമ്മത്തിനും സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കാലത്തെ തലമുറകൾ നശിച്ചു പോയത് ഈ ഒരു സമീപനം കൊണ്ടാണ്. പ്രവാചകന്മാരുടെ തിരുശേഷിപ്പുകൾ, ആധാറുകൾ അന്വേഷിച്ചു പോയത് കൊണ്ടാണ് അവർ നശിച്ചത്. അതുകൊണ്ട് ഇതിന് ബാക്കിയാക്കിക്കൂടാ. അദ്ദേഹത്തിന്റെ ഉത്തരവനുസരിച്ചാണ് അത് മുറിച്ചു നീക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വൃക്ഷം മുറിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ആ വൃക്ഷത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മരിച്ചു വീഴാൻ ആളുകളുണ്ടാകും. അതല്ലേ സംഭവിക്കുക? അത് ഇസ്ലാമികമായി മഹാപാതകമാണെന്ന് ഘോരഘോരം ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ നടപടിയെ സ്വഹാബികൾ ആരെങ്കിലും എതിർത്തോ? ആരും എതിർത്തില്ല. കാരണം ശിർക്കിൽ നിന്ന്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന്, ജീർണതകളിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കേണ്ടതുണ്ട്. അത്തരം ജീർണതകളിലേക്ക് സമൂഹം എപ്പോൾ കടന്നു പോകാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം ഇടപെടുകയും ആളുകളെ നിർമാർഗത്തിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുകയാണ് ഇസ്ലാമിലെ ഖലീഫയുടെ ബാധ്യത. ആ ഉത്തരവാദിത്വമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. അതാണ് ഇസ്ലാമിന്റെ മാതൃക. ഇന്ന് ആളുകളോട് പറയുന്നതോ, പ്രവാചകൻ വല്ലപ്പോഴും വെള്ളം കുടിക്കാൻ സാധ്യത പോലുമില്ലാത്ത പാത്രങ്ങളോ സാധനങ്ങളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് റസൂലിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളെ ഇന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരാൾ ചെരുപ്പായിട്ട് വന്നുകൂടായില്ല, മറ്റൊരാൾ വടിയുമായി വന്നുകൂടായില്ല. പലതുമായി സമൂഹത്തിനിടയിലേക്ക് വരുന്ന ആളുകളെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
ഇവിടെ നമുക്കാണ് തിരിച്ചറിവുണ്ടാകേണ്ടത്. ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പടച്ചവനോട് അടുക്കുക, അതാണ് നമ്മുടെ മാതൃക. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അധ്വാനിക്കാതെ കുറുക്ക് വഴികളിലൂടെ അല്പം പണം കൊടുത്ത് എന്തെങ്കിലും സ്വാധീനിച്ചുകൊണ്ടോ മറ്റോ സ്വർഗത്തിലേക്ക് പോകാമെന്ന് കരുതുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും നമ്മളെയും പഠിപ്പിക്കുന്ന മാതൃക അതല്ല. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്നത് ഒരു പൊതു സ്വഭാവമായിരുന്നില്ല. അത് സംരക്ഷിച്ച് നിർത്തുക എന്നത് ഒരാവശ്യമായി കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു വേലി കെട്ടി ആ മരം അവിടെ നിലനിർത്താതിരുന്നത്, അത് സംരക്ഷിക്കാതിരുന്നത്. അതുകൊണ്ടാണ്. ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്ന ചരിത്രപരമായ മാതൃകകൾ. ഈ ഒരു സന്ദേശം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ, മനുഷ്യർ ജീർണതകളിലേക്ക് പോകുമ്പോൾ ജീർണിക്കുന്ന സമൂഹത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി സമൂഹത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും രംഗത്ത് വരേണ്ടതുണ്ട്. ഈ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ഈന്തപ്പനകൾക്ക് മഹത്വം കൽപ്പിക്കപ്പെട്ടിരുന്നു. അവയെ ആലിംഗനം ചെയ്താൽ കുട്ടികളുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. ആൽത്തറകൾ പോലെ സംരക്ഷിക്കപ്പെട്ടിരുന്ന ആ പനകൾ മുറിച്ചു നീക്കുവാൻ അന്ന് സമൂഹത്തിന്റെ ജീർണതകൾക്കെതിരെ പരിഷ്കാര പ്രവർത്തനങ്ങളുമായി വന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ നേതൃത്വ സംഘം നിർവഹിച്ചു. ദുൽഖൽസ എന്ന ബിംബത്തെ ആരാധിക്കുന്ന ആളുകൾ ഈ സൗദി അറേബ്യയിൽ ഉണ്ടായില്ലേ? അത് ബിംബമാണ്, അവയെ ആരാധിച്ചുകൂടാ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ ഇവിടെ മലിക് അബ്ദുൽ അസീസ് റഹിമഹുള്ളക്ക് പണ്ഡിതന്മാരെയും ഉപദേശകന്മാരെയും നിയോഗിക്കേണ്ടി വന്നില്ലേ? എല്ലാ സമൂഹങ്ങളിലും കുറെ കാലം കഴിയുമ്പോൾ ജീർണതകൾ ഉണ്ടാകും. അതൊരു മദ്യപാനത്തിനും തെമ്മാടിത്തത്തിനും മാത്രമല്ല, വിശ്വാസരംഗത്ത് ജീർണതകൾ വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ പോലും ജീർണതകൾ വരും. ആ ജീർണതകൾ ഉണ്ടാകുമ്പോൾ ജീർണതകളിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്, നേതാക്കന്മാരുടെ ബാധ്യതയാണ്. വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമൂഹികമായും സമൂഹം അധപ്പതിക്കുമ്പോൾ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് പരിഷ്കർത്താക്കളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ പരിഷ്കരണ ചിന്തയുള്ള, ഇസ്ലാമിക ബോധമുള്ള, അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘം പണ്ഡിതന്മാർ കേരളക്കരയിൽ 920 മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മക്തി തങ്ങളുടെ ചരിത്രം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. മുസ്ലിം സമൂഹത്തെ ജീർണതകളിൽ നിന്നും മോചിപ്പിച്ച് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. ക്രൈസ്തവ മിഷനറിമാരോട് പോരാട്ടം നടത്തുന്നു. ഇത് രണ്ടും ഒരേ സമയത്ത് നിർവഹിച്ചു കൊണ്ടിരുന്ന മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേപോലെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ അക്കാലത്തുണ്ടായി. ഓരോ പണ്ഡിതന്മാരും നേതാക്കന്മാരും കേരളീയ സമൂഹത്തിന് ആവശ്യമായ കാലികമായ നേതൃത്വം നൽകിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളീയ സമൂഹം എത്തിയിട്ടുള്ള എല്ലാ ഉയർച്ചയുടെയും ഒരു കാലഘട്ടം. വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹിക മേഖലയിൽ, വിശ്വാസപരമായ മേഖലയിൽ എന്നല്ല, മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ നാം ആലോചിച്ചാൽ ഉയർച്ചയുണ്ടായത്, ഉണർവുണ്ടായത് എല്ലാം ഒരു കാലത്ത് ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന്റെ എതിർപ്പുകളും കല്ലേറുകളും ആക്ഷേപങ്ങളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ പത്രങ്ങളും തങ്ങളുടെ പേജുകളും വാക്കുകളും പേനകളും ഉപയോഗിച്ചുകൊണ്ട് ത്യാഗപൂർവ്വം പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. ചരിത്രത്തെ തമസ്കരിക്കാൻ ആര് ശ്രമിച്ചാലും ചരിത്രം ചരിത്രമായി തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത് അതേ രീതിയിൽ നിലനിൽക്കും. അവയെ തമസ്കരിക്കാൻ ആരാലും സാധ്യമല്ല. വക്കം മൗലവിയുടെ ദേശാഭിമാനി പത്രമാണ് ദേശാഭിമാനിയെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നൽകിയത് കൊണ്ടാണ് ആ അച്ചുകൾ നിരത്തപ്പെട്ടിട്ടുള്ളത്. ചരിത്രം നമുക്ക് മറക്കാൻ കഴിയുമോ? അങ്ങനെ ഒരുപാട് മഹാവ്യക്തിത്വങ്ങൾ അക്കാലത്ത് കഠിനാധ്വാനം ചെയ്തു. അത് പിന്നെ സംഘടിത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമാണ് മലബാറിൽ തല ഉയർത്തി നിൽക്കുന്ന ഫാറൂഖ് കോളേജ് ഉണ്ടായിട്ടുള്ളത്.
തിരുരങ്ങാടി കോളേജ് വന്നിട്ടുള്ളത്. 921 മലബാറിന്റെ ഭാഗത്ത് മലബാർ സമരം എന്ന പേരുള്ള കലാപം നടന്ന് മുസ്ലിങ്ങളെ അന്തമാൻ ദ്വീപുകളിലേക്ക് നാടുകടത്തിയിരുന്നൊരു കാലമുണ്ടായിരുന്നില്ലേ? ആ ബ്രിട്ടീഷുകാരന്റെ കിലാധമായ ആക്രമണം നടന്ന ആ പശ്ചാത്തലത്തിൽ വിധവകളെയും അനാഥ കുട്ടികളെയും ഏറ്റെടുക്കുവാൻ സംവിധാനമില്ലാതിരുന്ന കാലത്ത്, അക്കാലത്ത് ലോകത്തറിയപ്പെടുന്ന സലഫി നേതാക്കന്മാർ കേരളം സന്ദർശിച്ചപ്പോഴാണ് ആദ്യമായി ആലോചിച്ചത് ഈ അനാഥ കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന്. അങ്ങനെയാണ് കേരളത്തിൽ ഒന്നാമത്തെ യതീംഖാന സ്ഥാപിക്കപ്പെട്ടത്. മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്തിരുന്നൊരു മാർഗമായിരുന്നു അത്. അനാഥ കുട്ടികളെ ഏറ്റെടുക്കുവാൻ ഹൈന്ദവരുടെ നേതൃത്വത്തിൽ ട്രസ്റ്റുകളെന്ന് തയ്യാറായപ്പോൾ മുസ്ലിം കുട്ടികളെ അവർക്ക് കൊടുക്കുകയല്ല വേണ്ടത്, നമ്മൾ സംരക്ഷണത്തിന് മാർഗമുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് യതീംഖാന ഉണ്ടാക്കിയത്. അതിനെ സഹായിച്ചിരുന്നത് ലാഹോറിൽ നിന്ന് വന്നിട്ടുള്ള സലഫി പണ്ഡിതന്മാരായതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ യതീംഖാന എന്നായത്, ഉറുദു പേരായി മാറിയത്. അതിനെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ ഉറുദു വാക്കിനെ അറബിയാക്കി മാറ്റിയിട്ട് യതീമിനെ സംരക്ഷിക്കുന്നതിന് പകരം വഞ്ചിക്കുകയാണ് ചെയ്യുന്നതെന്ന ദുർവ്യാഖ്യാനം പോലും അക്കാലത്തുണ്ടായിരുന്നു. അങ്ങനെ JDT ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടു. രണ്ടാമത്തെ അനാഥാലയമായി സ്ഥാപിക്കപ്പെട്ടതാണ് തിരുരങ്ങാടി യതീംഖാന. ആ യതീംഖാനയെ അന്ന് എതിർത്തിരുന്ന, അവിടേക്ക് ഭക്ഷണം കൊടുക്കരുത്, അരി കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ മക്കൾ ഇന്ന് ആ യതീംഖാനയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്തുന്നുണ്ട്. ഞാൻ അത് ആക്ഷേപിച്ചുകൊണ്ട് പറയുകയല്ല, ചരിത്രം അത് സാക്ഷിയാണ്. അന്ന് എതിർത്തിരുന്ന പലരും ഇന്നതിൻ്റെ ആളുകളായി മാറിയിട്ടുണ്ട്. ചരിത്രം നമുക്ക് മറക്കാൻ കഴിയുമോ? ഞാൻ സൂചിപ്പിച്ചത്, ഒരു സമൂഹം ഉയർന്നു വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനമുണ്ട്, ഒട്ടേറെ ആളുകളുടെ വിയർപ്പുകളുണ്ട്. സമൂഹം പരിചയിച്ചു വന്ന ഒരു കാര്യത്തെ ഇല്ലാതാക്കണമെങ്കിൽ സാഹസം ആവശ്യമുണ്ട്. 10 വർഷക്കാലം പ്രവാചകൻ ഉപദേശിച്ചിട്ട് പോലും മക്കയിൽ കുറച്ചാളുകളല്ലേ അംഗീകരിച്ചുള്ളൂ. കാലങ്ങൾക്ക് ശേഷമാണ് അത് അംഗീകരിക്കപ്പെട്ടത്. സമൂഹം പരിചയിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ശരിയല്ല, അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞാൽ പാരമ്പര്യം ചിന്തിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിൽ നിന്ന് ആളുകൾ മാറി വരാൻ സമയം പിടിക്കും. പക്ഷേ വിവേകത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകൾ എക്കാലത്തുമുണ്ട്. ദൂരെ നിന്ന് കാര്യങ്ങൾ വീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വലിയ പ്രയാസമുണ്ടാവില്ല. ആ ബോധ്യത്തിൻ്റെ തെളിഞ്ഞ ഉദാഹരണമാണ് ഇക്കാലത്ത് കേരളത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതേ സന്ദർഭത്തിലും സമൂഹത്തെ പിന്നാക്കം പിടിച്ചു കൊണ്ടുപോകാൻ, പിന്തിരിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഒരുപാട് ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്നത്. എല്ലാ മതങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം ചൂഷണങ്ങളെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നേർമാർഗത്തിലൂടെ, നേരിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഒരു മഹത്തായ സന്ദേശം കേരളീയ ജനതയുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കാനാണ് ഈ വലിയ ഒരു മുദ്രാവാക്യവുമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു വർഷക്കാലത്തോളം നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്നുള്ളത്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ 6-ാം തീയതി നടക്കുന്ന സമ്മേളനം എന്നുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആ ഒരു പ്രമേയം, അതിൻ്റെ ആവശ്യകത നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും അറിയുകയും ചെയ്യണം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും അംഗീകാരവും ലഭിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ജീവിതം ക്രമീകരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാകട്ടെ. ദീനിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു സേവനവും പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ പുണ്യകർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാം ഈ ഒത്തുചേർന്നതും മനസ്സിലാക്കിയതുമെല്ലാം നല്ല ഇൽമായി
അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. എല്ലാത്തിനും പടച്ച തമ്പുരാൻ നല്ല രീതിയിലുള്ള പരിഹാരവും അനുഗ്രഹവും ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും കഴിയുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.